നമസ്കാരം. 153ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തൊടുത്തുവിട്ട ഇറാൻ മിലിറ്ററി ഏറ്റവും വലിയ തെറ്റാണ് ഇസ്രയേലിനോട് ചെയ്തത്. ഈ 153 മിസൈലുകളിൽ 90% മിസൈലുകളെ ഇസ്രയേലിൻ്റെ അയൺ ഡോം എന്ന ആൻറ്റി മിസൈൽ സിസ്റ്റം തകർത്തെറിഞ്ഞിരുന്നു. ബാക്കിയുള്ളതിനെ അമേരിക്കയുടെയും UK-യുടെയും ആൻറ്റി മിസൈൽ സിസ്റ്റങ്ങൾ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ നാമാവിശേഷമാക്കിയിരുന്നു. ഇസ്രയേലിൽ പതിച്ച 1-2 മിസൈലുകൾക്ക് ആൾനാശമോ പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷനോ ഉണ്ടാക്കുവാനും സാധിച്ചിട്ടില്ല. 153ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് തൊടുത്ത് വിട്ടതിലൂടെ ഇസ്രയേലിൽ പരക്കെ ആൾനാശവും പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷനും നടത്താം എന്ന് പ്രതീക്ഷിച്ച ഇറാൻ്റെ ഉദ്യമത്തിന് ഒരു ഫലവും കണ്ടില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം ഇറാൻ ഗവൺമെൻറ്റും അവിടുത്തെ ജനങ്ങളും വലിയ ആശങ്കയിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത്. ഇസ്രയേലിൻ്റെ പല ഭാഗങ്ങളിലും പരക്കെ ആക്രമിക്കാൻ ശ്രമിച്ച ഇറാനെ ഏത് നിമിഷവും ഇസ്രയേൽ മിലിറ്ററി ആക്രമിക്കും എന്ന് എല്ലാവർക്കും നന്നായി അറിയാം. ഇസ്രയേലിൽ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പ്രതികാരമായി ഇസ്രയേൽ 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഇറാൻ്റെ മേജർ ഓയിൽ ഇൻസ്റ്റലേഷനുകളും അതുപോലെ ആണവ നിലയങ്ങളും ആക്രമിക്കും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ ഇസ്രയേൽ മിലിറ്ററിയെ പേടിച്ച് ഇപ്പോൾ ബങ്കറിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന അയത്തുള്ള ഖുമേനിയുടെ അണ്ടർഗ്രൗണ്ട് ബങ്കറിന് നേരെയും ഇസ്രയേലിൻ്റെ കനത്ത ആക്രമണം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ദശാബ്ദക്കാലമായി ഇൻ്റർനാഷണൽ എക്കണോമിക് സാങ്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇറാൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരിക്കുന്ന ഈ അവസ്ഥയിൽ അവർ ഇസ്രയേലിനെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചത് വലിയ തെറ്റാണെന്ന് മാത്രമല്ല, അമേരിക്കയുടെ മിലിറ്ററി സപ്പോർട്ടോടുകൂടിയുള്ള ഇസ്രയേൽ മിലിറ്ററിയുടെ അടി താങ്ങാൻ ഇറാനിന് കെൽപ്പുണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.